Good morning all. രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. വൊളാറ്റിലിറ്റി ഉണ്ടാവാം മാർക്കറ്റിൽ. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പോർട്ട്ഫോളിയോസാണ് കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നതിനനുസരിച്ചാണ് മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ വരാൻ പോകുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിലേറിയതിന് ശേഷം, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കാണാൻ ഡിപ്പെൻഡ്സ് ഓൺ ദി അലോക്കേഷൻ ഓഫ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൂവിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. പക്ഷേ എൻവിഡിയ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ ഇന്ന് കഴിഞ്ഞ മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ പുറത്തു വരികയാണ്. അതിനനുസരിച്ചുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമ്മൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ കാണാം. കനേഡിയൻ സെൻട്രൽ ബാങ്ക് 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് 0.25% കട്ട് ചെയ്ത് 3.75 ആക്കിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി, RBI മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ ഇന്ന് വരികയാണ്. നമ്മുടെ റെപ്പോ റേറ്റ് 6.5% റേറ്റ് കട്ട് ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു റേറ്റ് കട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികളും ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വിപ്രോയ്ക്ക് $500 million US ബേസ്ഡ് കമ്പനിയിൽ നിന്നുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. $500 million US പോസിറ്റീവ് ന്യൂസാണ്. ITC ഹോട്ടൽ ഡീമർജറിൻ്റെ അപ്രൂവൽ ആയിട്ടുണ്ട്. റെക്കോർഡ് ഡേറ്റ് അടുത്ത ആഴ്ചകളിൽ എപ്പോഴെങ്കിലും ഡിക്ലെയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും ITCനെ സംബന്ധിച്ച് ഡീമർജർ ITC വാങ്ങുന്ന നന്നായിരിക്കും. 100 ഷെയറിന് 10 ഷെയറാണ് ITC ഹോട്ടൽസിൻ്റെ ഷെയർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ITC ഹോട്ടൽസ് 100% ഡെറ്റ് ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ 10,000 കോടി നെറ്റ് വർത്തുള്ളൊരു കമ്പനിയും കൂടിയാണ്. 135 പ്രോപ്പർട്ടീസാണ് 80 ലൊക്കേഷനിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ITC ഷെയർ ഹോൾഡേഴ്സ് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. റിന്യൂവബിൾ എനർജി രംഗത്ത് വീണ്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം 2030 വരെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഹൈക്ക് ചെയ്യണമെങ്കിൽ വലിയ രീതിയിലുള്ള ഫണ്ടിങ് ആവശ്യമാണ്. അപ്പോൾ ഈ രംഗത്തുള്ള PFC, REC, അതുപോലെ തന്നെ IREDA, HUDCO, IRFC ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വരും ദിവസങ്ങളും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് വരാനാണ് ചാൻസസ്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. പ്രത്യേകിച്ച് അഡാനി, ഗ്രീൻ, അതുപോലെ തന്നെ ധാരാളം വാരി റിന്യൂവബിൾ എനർജി ടെക്നോളജീസ് ഉണ്ട്. ധാരാളം കമ്പനികളുണ്ട്. ആ കമ്പനികളെ സംബന്ധിച്ച് ഇതൊക്കെ പോസിറ്റീവ് ന്യൂസുകളാണ്. റൈറ്റ്സിന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ടാറ്റ സ്റ്റീലിൽ നിന്നാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓഫർ ഫോർ സെയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ RVNL 495 കോടി രൂപ ഒരു ഓർഡർ കിട്ടുന്നുണ്ട്. NTPC ഓർഡറാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു PSU കമ്പനിയാണ്. RVNL വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. RVNL വെൽസ്പൺ കോർപ്പറേഷൻ IOC ആയിട്ടുള്ളൊരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാണ്. IOC വെൽസ്പൺ 23.67 കോടി രൂപ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ന്യൂസാണ് വെൽസ്പനെ സംബന്ധിച്ച്. സെൻ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ആർമിക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. സെൻ ടെക്നോളജീനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഡിക്സൺ ടെക്നോളജീസ് HKC കോർപ്പറേഷൻ ചൈനീസ് കമ്പനിയായിട്ട് ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. അവരുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്. ഡിക്സനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ബോറോസിൽ സയൻറ്റിഫിക് ലിമിറ്റഡ് എന്ന് ലിസ്റ്റ് ചെയ്യാണ്. ബോറോസിലിൻ്റെ ഡീമർജറിൽ കൂടി ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള സ്റ്റോക്കാണ്. 3 ഷെയറാണ് 4 ബോറോസിൽ ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് ഒരു 120-150 റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. IRB ഇൻഫ്രയുടെ ടോൾ കളക്ഷൻ മേയിൽ 30% ബെറ്ററാണ്. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ റിലേറ്റഡ് വെഹിക്കിൾ റണ്ണിങ് ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ കൂടുതൽ ടോൾ കളക്ഷന് കാരണമാക്കിയിട്ടുള്ളത്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന നമുക്കൊരു തീർച്ചയില്ല. എന്നിരുന്നാലും IRBനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മാസ്റ്റെക് NVIDIA ചിപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ICX Pro എന്ന് പറയുന്ന
പറയുന്ന പ്രൊഡക്റ്റാണ്. മാസ്റ്റക്ക് AI റിലേറ്റഡ് രംഗത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യാണ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. നമ്മൾ ഇലക്ഷന് മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് ഫുഡ്, അതുപോലെ തന്നെ അമരരാജ ബാറ്ററീസ് ഇലക്ഷന് ശേഷം വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഹെറിറ്റേജ് ഫുഡ്സ് ചന്ദ്രബാബു നായിഡു ഫാമിലി കമ്പനിയാണ്. അതുപോലെ തന്നെ അമരരാജ ബാറ്ററിയുടെ CEO തെലുങ്ക് ദേശത്തിൻ്റെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയിലെ വലിയൊരു ലീഡറായിരുന്നു. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം പൊളിറ്റിക്സൊക്കെ ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാലും അമരരാജ ബാറ്ററിക്കും പോസിറ്റീവാണ്. ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ വീണ്ടും അധികാരത്തിൽ വരുന്നു. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള പോർട്ട്ഫോളിയോസൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. തീർച്ചയായിട്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എലക്ഷൻ റിസൾട്ട് പ്രൂഫ് സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ഇനിയും മാർക്കറ്റിൽ വളാറ്റിലിറ്റിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാം. നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ള ഉണോമിൻഡ, അതുപോലെ തന്നെ TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ്, മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ ലോവർ ലെവലിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാൻ ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പോർട്ട്ഫോളിയോസാണ് കൈകാര്യം ചെയ്യാമെന്നത് വളരെ ക്രൂഷ്യലും കൂടിയാണ്. പ്രത്യേകിച്ച് ഫിനാൻസ്, അതുപോലെ തന്നെ ഡിഫൻസ്, റെയിൽവേസ്, ഈ സെക്ടറൊക്കെ വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാനിന്ന് പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.